ശ്രീകൃഷ്ണൻ മധുരയ്ക്ക് പോയ ശേഷം വൃന്ദാവനത്തിലെ ജനങ്ങൾ കണ്ടത് എപ്പോഴും ദുഃഖിച്ചു നടന്നിരുന്ന രാധയെയാണ്. ബർസാനയിൽ നിന്ന് മധുരയ്ക്ക് പോയിരുന്ന എല്ലാ വാസികളോടും രാധ ഇങ്ങനെ ചോദിച്ചു തുടങ്ങി. എന്റെ കണ്ണനെ കണ്ടുവോ? എന്റെ കണ്ണന്റെ രൂപത്തിൽ മാറ്റങ്ങൾ വന്നുവോ? ഒരിക്കൽ തേനീച്ചയോട് ഈ രീതിയിൽ വിവരം തിരക്കിയതോടെ രാധയ്ക്ക് മനോരോഗം എന്നുവരെ വാർത്തയായി. കേശം അലങ്കരിക്കാതെയും ആഭരണങ്ങളും പൂക്കളും ധരിക്കാതെയും നടന്നിരുന്നുവത്രേ. ഒരിക്കലും ശ്രീകൃഷ്ണൻ തിരികെ വരില്ല എന്നു മനസ്സിലായ ബർസാന നിവാസികൾ രാധയെ അയനുമായി വിവാഹം കഴിപ്പിച്ചു. ഋഷിശാപം മൂലം അയന് കുടുംബനാഥൻ ആകാൻ കഴിഞ്ഞിരുന്നില്ല. അയൻ മുൻജന്മത്തിൽ അഭിമന്യു എന്ന നാമത്തിൽ വിഷ്ണു ഭക്തനായിരുന്നുവെന്നും ലക്ഷ്മി ദേവിയെ വധുവായി വേണമെന്ന് തപസ്സിലൂടെ ആവശ്യപ്പെട്ടിരുന്നുവെന്നും പറയപ്പെടുന്നു. രാധ ബർസാനയിലെ അയന്റെ വധുവായി കർമ്മങ്ങൾ ചെയ്തിരുന്നുവെങ്കിലും കൃഷ്ണന്റെ വേർപാട് അവൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. കുറെ കാലത്തിനു ശേഷം ഒരു സൂര്യഗ്രഹണ ദിവസം കുരുക്ഷേത്രത്തിനടുത്ത് രാധയും കൃഷ്ണനും പരസ്പരം കണ്ടു. രാധ കണ്ടത് ഭാര്യയും സന്താനങ്ങൾക്കൊപ്പം വന്നിരുന്ന ശ്രീകൃഷ്ണനെയാണ്. സന്തോഷത്തിൽ മനം തുളുമ്പിയെങ്കിലും രാധയ്ക്ക് കണ്ണുനീർ ഒഴുകുകയായിരുന്നു. അപ്പോൾ ഒരു ഗോപിക രാധയോട് ചോദിച്ചു, നിനക്ക് കണ്ണനോട് ഒട്ടും ദേഷ്യം തോന്നുന്നില്ലേ? രാധ പറഞ്ഞു, കണ്ണന്റെ മുഖത്തിലെ ചിരി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയുള്ളതാണ്. എനിക്ക് മാത്രമേ കണ്ണന് എന്നെ പിരിഞ്ഞുള്ള ദുഃഖം എത്രമാത്രം ഉണ്ടെന്ന് കാണാൻ സാധിക്കുകയുള്ളൂ. രാധയുടെയും കൃഷ്ണന്റെയും മുഴുവൻ ജീവിതകഥ കലിയുഗ സാഗ എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ പേര് രാധാകൃഷ്ണന്മാരുടെ ജീവിതത്തിന്റെയും സ്നേഹത്തിന്റെയും കഥ എന്നാണ്. നിങ്ങൾക്ക് ആ കഥ ഇഷ്ടമായാലും ഇല്ലെങ്കിലും ആ വീഡിയോയുടെ താഴെ കമന്റായി പറയൂ. രാധേ രാധേ.